വെടിക്കെട്ട് പൂരസ്ഫോടനമുണ്ടായ തൃശൂർ മുണ്ടത്തിക്കോട് പ്രദേശത്തിന് തൊട്ടടുത്ത മേഖലയിൽ നിന്ന് വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടു. 1 കിലോമീറ്റർ അകലെ നിന്നും മറ്റൊരു ശരീരഭാഗം കൂടി കണ്ടെടുത്തു. തൃശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, മുണ്ടത്തിക്കോട് വലിയൊരു ദുഃഖബിന്ദുവായി നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഇപ്പോൾ മുണ്ടത്തിക്കോട് നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ SKN മുണ്ടത്തിക്കോട് തന്നെയാണുള്ളത്. പോലീസിന്റെ പരിശോധന ഇന്നും അതീവ ശക്തമായി തന്നെ തുടരുന്നു. DYSP അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കടാവർ ഡോഗ്സ് ഉണ്ട്. ആ കടാവർ ഡോഗ്സിനെയൊക്കെ വെച്ച് അവരുടെ ഒരു പരിശോധന നിർദ്ദേശം DYSP കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 3 കടാവർ ഡോഗ്സാണ് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത്. ഇതുകൂടാതെ മറ്റ് പോലീസ് ഡോഗ്സും ഈ സെർച്ചിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് 100ഓളം വരുന്ന പോലീസുകാരുള്ള ഒരു വൈഡ് സെർച്ചാണ്. ഇന്നലെ 200ഓളം പേരായിരുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഒരു എല്ലിൻ കഷ്ണവും അതുപോലെ മാംസം അടങ്ങിയ എല്ലിൻ കഷ്ണം കണ്ടെടുത്തത്. തൊട്ടപ്പുറത്തെ മേഖല നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് 50 മീറ്റർ ചുറ്റളവിൽ നിന്ന് ഒരു നഖം പോലെ ഉള്ള ഒരു കൈവിരലും കൈപ്പത്തി കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോൾ മാറ്റുന്നു, അവശിഷ്ടങ്ങളൊക്കെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും DYSP ഇപ്പോൾ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ സെർച്ച് പൂർത്തിയാക്കണം. അതായത് ഒരു 12 മണിയോടുകൂടി ചൂട് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അതിനു മുൻപ് പരമാവധി എല്ലാ മേഖലകളിലും തിരയുക. അത് ഇവിടെ മാത്രമല്ല, ഈ പാടത്തിന്റെ ഒരു വലിയ പാടശേഖരമാണ്. ആ പാടശേഖരത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പരിശോധന നടത്തുക. ശേഷം ഒരു ഉച്ചയ്ക്ക് ശേഷം സെർച്ച് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും മുണ്ടത്തിക്കോട് വലിയ ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾ വലിയ സങ്കടത്തിലാണ്. അതിനപ്പുറത്തേക്ക് പോലീസിന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ആരുടേതാണെന്ന് ഉറ്റവർക്ക് തിരിച്ചറിയാൻ തരത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് പോലീസ് എന്തായാലും കൃത്യമായ രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. പോലീസിന്റെ ഒരു പരിശോധന ഈ മേഖലയിൽ അല്പസമയത്തിനകം തന്നെ ഒരു വൈഡ് സെർച്ച് ആരംഭിക്കും. ഇപ്പോൾ ഇവിടെ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് രാവിലെ പരിശോധന നടത്തിയത്. നിരവധി തെരുവ് നായ്ക്കൾ ഈ മേഖലയിലുണ്ട്. ആ തെരുവ് നായ്ക്കൾ കടിച്ചെടുത്ത് പല മാംസ കഷ്ണങ്ങളും എല്ലും കഷ്ണങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് ആ നായ്ക്കളെ പിന്തുടർന്ന് പോയി അത് എടുത്തു കൊണ്ടുവരിക എന്ന ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇവിടെ ഗാർഡ് ഡ്യൂട്ടിയിലൊക്കെ നിന്നിരുന്ന കൺട്രോൾ റൂമിലെ പോലീസുകാരൊക്കെ ചെയ്തിരുന്നത്. എല്ലാവരും ഈ ഒരു സെർച്ചിന്റെ ഭാഗമാണ്. ഒറ്റക്കെട്ടായാണ് ഇവിടുത്തെ വാർഡ് മെമ്പറാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. അദ്ദേഹവും ആ സെർച്ചിന്റെ ഭാഗമായി ഇവിടെ തന്നെ നഗരസഭാ കൗൺസിലറാണ്, വടക്കാഞ്ചേരി നഗരസഭയാണ്. എന്തായാലും കൃത്യമായ നിർദ്ദേശങ്ങൾ DYSP നൽകുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ഇതിന് ശേഷം ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 CIമാർ ഇതിന്റെ ഈ ഡ്യൂട്ടിക്ക് നേതൃത്വം കൊടുക്കാനായി ഇവിടെയുണ്ട്. ഇനിയും കൂടുതൽ ഇന്നലെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് അടക്കമുള്ള പോലീസുകാരുണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വിവിധ മേഖലകൾ ഉള്ള സിറ്റിയും അതുപോലെ തന്നെ റൂറലും 2 മേഖലയിൽ നിന്നുള്ള പോലീസുകാർ ഈ മേഖലയിൽ ഉണ്ട്. എന്തായാലും പോലീസിന്റെ പരിശോധന അല്പസമയത്തിനകം തന്നെ ഒരു വൈഡ് പരിശോധന ആരംഭിക്കും. താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.